അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ ഏതൊക്കെയാ? അവയവം സുജൂദിന്റെ ഏതൊക്കെയാ? നെറ്റി, 2 കയ്യ്, 2 മുട്ട്, കാല്, കാലിന്റെ വിരളിന്റെ അടിഭാഗോ ഇങ്ങനെ കുത്തി വെക്കൂല്ലേ? ഇങ്ങനെ ഒരു ചൂരലും കൊണ്ട് പുറകെ നിൽക്കണം. സുജൂദിൽ അങ്ങോട്ട് ചെയ്യണ സമയത്ത് ഒരു ചൂരലും കൊണ്ട് നിന്ന എത്ര എണ്ണത്തിന്? അല്ലാഹു അഅലം. എല്ലാവരും സുജൂദ് ചെയ്യുമ്പോൾ അധികം പേരും വിരലിങ്ങനെ കുത്തി വെക്കുക. ഇങ്ങനെയാണോ വെക്കേണ്ടത്? അങ്ങനല്ലല്ലോ. ഇതിനെങ്ങളിങ്ങനെ വിരലിങ്ങനെ കുത്തി വെക്കണേ. ചിലർ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്കാം, കുഴപ്പമില്ല. ചിലരാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുത്തി വെക്കും. സത്യത്തിൽ വിരൽ മടക്കണ്ടേ, കാലിന്റെ അടിഭാഗം ഇങ്ങനെ പറ്റണ്ടേ. എങ്ങനെയല്ലേ സുജൂദ് ചെയ്യണ്ടേ? നമ്മളൊക്കെ പുറകെ നിൽക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇമാമായിട്ട് നിൽക്കല, ഏറ്റവും നല്ലത് ഇമാമായിട്ട്. അപ്പൊ പിന്നെ നമ്മുടെ മുന്നേ ആരും ഇല്ലല്ലോ, അള്ളാഹ് മാത്രമല്ലേ ഉള്ളൂ. ഈ പുറകെ നിൽക്കുമ്പോൾ കഷ്ടകാലത്തിന് ഇതൊക്കെ ചിലപ്പോൾ അറിയാതെ നോക്കി പോകും. ചിലത് കാണുമ്പോൾ, ചിലതൊക്കെ അത്തഹിയ്യാത്തിൽ ഇരിക്കണ കാണുമ്പോൾ, ചിലരൊക്കെ ഇടത് ഭാഗത്തോട്ടാണ് കാര്യം വെച്ചിരിക്കണേ. ചിലരൊക്കെ വല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അള്ളാഹുർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദിന്റെ വേളയിൽ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കും, എങ്കിലല്ലേ അത് സുജൂദാകൂ. ഏതെങ്കിലും ഒരു അവയവം ഒഴിവാക്കിയാൽ ആ അവയവം അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരിൽ നിന്നെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, അള്ളാഹു അവന്റെ അടിമകൾക്കിടയിലുള്ള വിചാരണയിൽ നിന്ന് വിരാമിക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോ ചിലരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ സുജൂദിന്റെ അവയവങ്ങളിൽ നരകത്തിന്റെ തീ പോലും തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നരകത്തിന്റെ തീ പോലും തൊടുകയില്ലെന്ന് മുത്തുനബി പറയുകയാണ്. സുജൂദിന്റെ മഹത്വമാ, സുജൂദിന്റെ മഹത്വമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന 7ാമത്തെ പ്രതിഫലം, അവൻ സുജൂദിന്റെ അവയവങ്ങൾ നരകത്തിന്റെ തീ സ്പർശിക്കുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല. പലരും പറയും, ഉസ്താദേ എനിക്ക് കഴിയുന്നില്ലല്ലോ. കരയാൻ പറഞ്ഞതല്ല ചെറുപ്പക്കാരാ. എൻ്റെ ഉപ്പമാരോട്, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന പെങ്ങന്മാരോട്, ഉമ്മമാരെ, നിങ്ങളെ സങ്കടപ്പെടുത്തിയതല്ല. ആരോഗ്യമുള്ളവർ സുജൂദ് ചെയ്യാത്ത കാലത്ത് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഈമാനുള്ളതിന്റെ അടയാളമാണ്. ആരോഗ്യവാനായി നടക്കുന്നവൻ പോലും പള്ളിയിൽ കയറി സുജൂദ് ചെയ്യുന്നില്ല. രോഗം പിടിച്ച് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഉസ്താദേ, ഈ പറയുന്ന പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുമോ എന്ന് സങ്കടപ്പെടുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഈമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, അവർക്ക് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖറാ ഇബ്നു ആദം അസ്സജദത ഫസജദ അഅ്തസല ശൈത്വാൻ യബ്ഖി യഖൂലു യാ വൈലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദമ സന്തതികളുണ്ടല്ലോ, അവര് സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അവർ സുജൂദ് ചെയ്യുമല്ലോ. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഖുർആനിലെ ചില ആയത്തുകൾ ഉണ്ടല്ലോ, സജദയുടെ ആയത്ത് ഓതുമ്പോ പെട്ടെന്ന് സുജൂദ് ചെയ്യുമല്ലോ. ആ സമയത്ത് അല്ലാഹ് പിശാച് കരയുകയാ.